മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത എടുത്തുചാട്ടമുള്ളവരാണ് നമ്മളിൽ അധികം ആളുകൾ. വേണ്ടതിനും വേണ്ടാത്തതിനും എടുത്തു ചാടുന്നവരാണ് നമ്മളിൽ അധികം ആളുകളും. അങ്ങനെ എടുത്ത് ചാടുന്നവർ കേൾക്കേണ്ടതുണ്ട്. എടുത്തു ചാടുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്ത അപകടത്തിലേക്കായിരിക്കും നാം ചെന്ന് ചാടുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട സ്വഭാവഗുണത്തെ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട മഹത്തായ സ്വഭാവഗുണം സഹിഷ്ണുതയും സാവകാശവും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവധാനതയും. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി അത് ചിന്തിച്ച് അതെനിക്ക് ഉപകാരപ്പെടുന്നതാണോ, അത് ഞാൻ ചെയ്താൽ ദോഷം, അത് ഞാൻ ചെയ്താൽ എന്താണ് എനിക്ക് പ്രതിഫലം എന്നൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി അവൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈമാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ അധികം ആളുകളും വല്ലാത്ത എടുത്തുചാട്ടമുള്ളവരാണ്. കേട്ട പാതി നമ്മൾ അധികം ആളുകളും എടുത്തു ചാടുന്നവരാണ്. എടുത്തുചാട്ടം വല്ലാത്ത അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എടുത്തുചാട്ടം വല്ലാത്ത അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാര് വല്ലാത്ത വെപ്രാളമുള്ളവരാണ്, വല്ലാത്ത ധൃതിയുള്ളവരാണ്, വല്ലാത്ത എടുത്തു ചാടുന്നവരാണ്. അല്ലാഹു തആല നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നു. വയദുൽ ഇൻസാനു ബിശ്ശർരി ദുആഉ ബിൽ ഖൈർ. മനുഷ്യന്മാര് നന്മ കൊണ്ട് ശർറ് കൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. വകാനൽ ഇൻസാനു അജൂലാ. നമ്മൾ വല്ലാത്ത ധൃതിയുള്ളവരാണത്രേ, നമ്മൾ വല്ലാത്ത വെപ്രാളമുള്ളവരാണത്രേ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എളുപ്പം നടക്കണമെന്നാണ്. നമ്മൾ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് കിട്ടണമെന്നാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയെങ്കിലും സാധിക്കണമെന്നാണ്. അതിന് എന്ത് സാഹസം കാണിക്കാനും നമ്മൾ മടിയില്ലാത്തവരാണ്. എന്ത് സാഹസം കാണിക്കാനും ആരുടെ കയ്യും കാലും പിടിക്കാനും മടിയില്ലാത്തവരാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. പല ഉമ്മമാരും ദുആ ചെയ്യാറുണ്ടല്ലോ. വിശേഷങ്ങൾ ചോദിക്കുമ്പോ നെട്ടയം മുസ്ലിം ജമാഅത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ ഈ ഉമ്മമാര് പലപ്പോഴും പറയാറുണ്ടല്ലോ, രോഗമാണ് ഉസ്താദേ, പ്രശ്നങ്ങളാണ് ഉസ്താദേ, ബുദ്ധിമുട്ടുകളാണ് ഉസ്താദേ, കടങ്ങളാണ്, എന്നും പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ് ഉസ്താദേ, ദുആ ചെയ്യണമെന്ന് ഈ ഉമ്മമാര് നമ്മുടെ അടുത്ത് ദുആ ചെയ്യാൻ പറയാറുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ നമ്മൾ ആരും ഓർക്കാറില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരമാകെ മാരകമായ രോഗം പിടിപെടുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരമാകെ മാരകമായ രോഗങ്ങൾ പിടിപെടുകയാണ്. ശരീരത്തിന്റെ മാംസകഷണങ്ങളെല്ലാം അടർന്നു വീഴാൻ തുടങ്ങുകയാണ്. കുടുംബക്കാരെല്ലാവരും അകന്നു പോവുകയാണ്. ബന്ധുമിത്രാദികൾ അകലം പാലിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. രോഗം വന്നതിന്റെ പേരില്, അസുഖങ്ങൾ വന്നതിന്റെ പേരില്, അപകടങ്ങൾ വന്നതിന്റെ പേരില്, ബുദ്ധിമുട്ട് വന്നതിന്റെ പേരില്, പ്രയാസങ്ങൾ വന്നതിന്റെ പേരില്, വിഷമങ്ങൾ വന്നതിന്റെ പേരില് പടച്ച തമ്പുരാനെ നമ്മൾ പഴിക്കുന്നവരാണ്. പടച്ച തമ്പുരാനെ നമ്മൾ കുറ്റം പറയുന്നവരാണ്. പടച്ച തമ്പുരാനെ നമ്മൾ പഴി പറയുന്നവരാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തസുബ്ബു ദഹ്റ. നിങ്ങൾ കാലത്തിനെ പഴി പറയരുത്. കാലത്തിനെ പഴി പറഞ്ഞാൽ അല്ലാഹുവിനെ പഴി പറയുന്നതിന് തുല്യമാണ്. നശിച്ചു പോകട്ടെ, എന്തൊരു വിധിയാണ് റബ്ബേ, എന്തൊരു അവസ്ഥയാണ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പടച്ച തമ്പുരാനെ കുറ്റം പറയുന്നവർ
മരണപ്പെട്ടവരുണ്ടല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ഓർക്കാൻ നമ്മൾ മറന്നുപോയി. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരമാകെ രോഗങ്ങൾ വല്ലാതെ പിടിപെടുമ്പോ, ക്യാൻസർ രോഗം മനുഷ്യനെ പിടിപെടുന്നത് പോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പ്രത്യേകതരം രോഗങ്ങൾ പിടിപെടുമ്പോ സുബ്ഹാനല്ലാഹ്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് മാംസ കഷണങ്ങൾ ഇങ്ങനെ അടർന്നു വീഴുകയാണ്. എല്ലാവരും അയ്യൂബ് നബിയെ വിട്ടുപോയി. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പരാതി പറഞ്ഞില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കുറ്റം പറഞ്ഞില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം പടച്ചവനെ ചീത്ത പറഞ്ഞില്ല. നെട്ടയം മുസ്ലിം ജമാഅത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തെങ്കിലും നിസാര പ്രശ്നങ്ങൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, പരസ്പരം അല്ലാഹുവിനെ പഴി പറഞ്ഞു ജീവിക്കുമ്പോ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരം മുഴുവനും രോഗം വന്നിട്ട് പോലും അയ്യൂബ് നബി അലൈഹിസ്സലാം പടച്ച തമ്പുരാനെ പഴി പറഞ്ഞില്ല കേട്ടോ. അല്ലാഹു കൊടുത്ത ആ വലിയ പരീക്ഷണത്തെ ക്ഷമിക്കാൻ അയ്യൂബ് നബി അലൈഹിസ്സലാം തയ്യാറായി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ആ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ നാവില് വരെ ഈ അസുഖം പിടിപെടുമ്പോ, നാവില് കൂടി അസുഖം പിടിപെടുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം പടച്ച തമ്പുരാനോട് ദുആ ചെയ്തത്, അല്ലാഹുവേ എന്റെ നാവിനു കൂടി അസുഖം നീ തരല്ലേ അല്ലാഹ്. നാവിനു കൂടി അസുഖം തന്ന പടച്ചവനെ, നിനക്ക് ദിക്ർ ചൊല്ലാൻ സാധിക്കാതെ വരുമല്ലോ അല്ലാഹ്. പടച്ചവനെ, നിനക്ക് വേണ്ടി ശുക്ർ ചെയ്യാ, ദിക്റുകൾ ചൊല്ലാ പടച്ചവനെ എനിക്ക് സാധിക്കാതെ വരുമല്ലോ അല്ലാഹ്. അതുകൊണ്ട് എന്റെ നാവിനു കൂടി അസുഖം തരല്ലേ അല്ലാഹ്. അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു തആല അയ്യൂബ് നബിയുടെ എല്ലാ രോഗവും മാറ്റി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, രോഗം വരുമ്പോ എടുത്തു ചാടി അല്ലാഹുവിനെ കുറ്റം പറയുന്നവരും അല്ലാഹുവിനെ പഴി പറയുന്നവരും ക്ഷമിക്കാൻ തയ്യാറില്ലാത്തവരും അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹ്, ആദരവായ റസൂലുള്ളാഹ്, മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലാൻ പിശുക്ക് കാണിക്കണ്ട. ആദരവായ റസൂലുള്ളാഹി, ആദരവായ റസൂലുള്ളാഹി, ലോകത്തെ 140 കോടി മുസ്ലിമാന്റെ കരളിന്റെ കഷണമേ നബി മുഹമ്മദ് മുസ്തഫ, കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന, ദൂരെ 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 മദീന, വാരി പുണരുന്നതെന്നാ നബീന, കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന. പോയിരുന്നോ നിങ്ങൾ മദീന, കൈകൾ മുത്തി മണത്തോ മദീന, പോയിരുന്നോ നിങ്ങൾ മദീന, കൈകൾ മുത്തി മണത്തോ മദീന. ആ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
മനോമുഖരങ്ങളിൽ എപ്പോഴും സ്നേഹത്തിന്റെ നാമ്പുകൾ വളർത്തിക്കൊണ്ട് ആ പ്രവാചകന്റെ പേരിൽ കേൾക്കുമ്പോ ഊണിലും ഉറക്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാണാൻ മദീന കാണാൻ കൊതിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു നമ്മളെ ആ പുണ്യഭൂമിയിൽ എത്തിപ്പെടാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആ പുണ്യ മദീനയിലെത്തി മുത്തുനബിയുടെ റൗള ശരീഫ് കൺകുളിർക്കെ കാണാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ചതിന്റെ നാലിലൊരു അംശം പോലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ സഹിച്ചിട്ടില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം സഹിച്ചതുപോലെ, ഖദീജ ബീവി സഹിച്ചതുപോലെ, ആയിഷ ബീവി സഹിച്ചതുപോലെ, അബൂബക്കർ തങ്ങൾ സഹിച്ചതുപോലെ, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ സഹിച്ചതുപോലെ, അലിയാരി തങ്ങൾ സഹിച്ചതുപോലെ, ഫാത്തിമ ബീവി സഹിച്ചതുപോലെ അവർ അനുഭവിച്ചതിന്റെ വേദനയുടെ ഒരു നാലിലൊരു അംശം പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പോഴും നമുക്ക് പരാതിയാണ്, അപ്പോഴും നമുക്ക് സങ്കടങ്ങളാണ്. പടച്ചവനെ എന്റെ വിധിയല്ലോ ഇത്, പടച്ചവനെ എന്തൊരു പരീക്ഷണമാണല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പല സഹോദരങ്ങളും പല ഉമ്മമാരും മരിക്കാൻ വരെ പ്രാർത്ഥിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മുടെ മുൻഗാമികൾ സഹിച്ചതിന്റെ നാലിലൊരു അംശം പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ചതിന്റെ നാലിലൊരു വിഷമങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഇത് പരിശുദ്ധമായ റജബ് മാസമാണ്. ഇത് പരിശുദ്ധമായ റജബ് മാസമാണ്. ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുന്ന പ്രവാചകന് ഏറ്റവും കൂടുതൽ സങ്കടവും സന്തോഷവും ഉണ്ടായ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. പ്രവാചകന്റെ ആലംബമായിരുന്ന അഭയമായിരുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ടതിന്റെ സങ്കടം തളം കെട്ടി നിൽക്കുമ്പോ അതാ പ്രാണനുതുല്യം സ്നേഹിച്ചിരുന്ന ജീവന്റെ പാതിയായ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹധർമ്മിണിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അബൂ ത്വാലിബ് മരണപ്പെട്ടതിന് തൊട്ടുപിറകെ മരണപ്പെടുകയാണ്. സർവ്വ ആലംബങ്ങളും അവലംബങ്ങളും നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിന് പോലും മടുപ്പ് തോന്നുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വാഇഫിലേക്ക് പോവുകയാണ്. ത്വാഇഫിലേക്ക് പോകുമ്പോഴോ ഖുറൈശി പ്രമുഖരെ തെണ്ടിപ്പിള്ളരെ കൊണ്ട് കല്ലെറിയിക്കുകയും ആ തെണ്ടിപ്പിള്ളരെ കൊണ്ട് കൂകി വീഴ്പ്പിക്കുകയും പ്രവാചകനെ പരിഹസിക്കുകയും പ്രവാചകനെ കുറ്റപ്പെടുത്തുകയും പ്രവാചകനെ വേദനിപ്പിക്കുകയും അവസാനം പ്രവാചകന്റെ വായിൽ നിന്ന് ചോര ഇങ്ങനെ തളം കെട്ടി ആർത്തട്ടഹസിച്ച് ഇങ്ങനെ ഒഴുകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലേക്ക് സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആ കാണുന്ന മലകൾക്കിടയിലിട്ട് നിങ്ങളെ പരിഹസിച്ച, നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ കല്ലെറിഞ്ഞ, നിങ്ങളെ കൂകി വിളിച്ച ഈ സമുദായത്തെ ഞാൻ നശിപ്പിച്ചു കളയട്ടെയോ യാ റസൂലല്ലാഹ്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, ഞാൻ അവരെ നശിപ്പിച്ച് കളയട്ടെയോ റസൂലേ? പ്രവാചകൻ പറഞ്ഞു, വേണ്ട ജിബ്രീലേ, ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചാൽ അതാണ് എനിക്ക് ഏറ്റവും ഖൈറായതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ എന്റെ വിഷയം ആരംഭിക്കുകയാണ്. ഞാൻ എന്റെ ആമുഖം അവസാനിപ്പിക്കുകയാണ്. ദുനിയാവിന്റെ പിറകെ ജീവിക്കേണ്ടവരല്ല, ദുനിയാവിന്റെ പിറകെ പരക്കം പായേണ്ടവരല്ല. ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് പരലോക വിജയത്തിന് വേണ്ടിയിട്ടാണ്, നാളെ ആഖിറ ലോകത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ലിഅയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് നെട്ടയത്തുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ നെട്ടയത്തുള്ള പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളിൽ ആരാണ്
ഏറ്റവും നന്നായിട്ട് അമൽ ചെയ്യുന്നത് എന്ന് പടച്ച തമ്പുരാന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തെയും മരണത്തെയും അല്ലാഹു തആല സംവിധാനിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 വയസ്സിന് മുകളിലുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്ന അധികം ആളുകളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ജീവിക്കേണ്ടത് ആഖിറ ലോകത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നാളെ ആഖിറ ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഇരിക്കാം, സ്വർഗ്ഗത്തിൽ നബിയോടൊപ്പം ഒരുമിച്ച് കൂടാം, അല്ലാഹുവിനെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മയാണുള്ളത് എന്ന് ഒരിക്കലെങ്കിലും ഒരു വട്ടമെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ നമ്മുടെ കണക്ക് പുസ്തകം മറിച്ചു നോക്കുമോ? അവിടെ രക്ഷപ്പെടാൻ ഉതകുന്ന എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, മാനവാ വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കണം. ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കണം. ആ സൂറത്ത് ഓതിയാൽ നിങ്ങളുടെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല, ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറത്ത് ഏതാണെന്ന് അറിയാമോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും? ഇതേ പ്രശ്നം തന്നെ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് പള്ളിയിൽ ഞാൻ പ്രസംഗത്തിന് പോയപ്പോ മുമ്പിലിരുന്ന ഒരു കുട്ടി പറഞ്ഞു സൂറത്തുൽ മുൽക്ക് എന്ന്. സൂറത്തുൽ മുൽക്ക് ഖബറിൽ നമുക്ക് കൂട്ടുകാരനായി എത്തപ്പെടുന്ന സൂറത്താണ്. ആ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യണം. പക്ഷെ വേറൊരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? ഏത് സൂറത്താ? മാഷാ അല്ലാഹ്, ആരാ പറഞ്ഞത്? അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, നാഫിയായിൽ കൊടുക്കട്ടെ. നെട്ടയത്തെ ഉമ്മമാരുടെ മക്കൾ പിഴച്ചു പോയിട്ടില്ല. നെട്ടയത്തെ ഉമ്മമാരുടെ മക്കൾ നാടിനും സമൂഹത്തിനും രാജ്യത്തിനും നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അഭിമാനിക്കാം ഉസ്താദേ, പഠിപ്പിച്ചതിന് ഗുണമുണ്ട്. സൂറത്തുൽ വാഖിഅ എന്ന് പറയുന്ന സൂറത്ത് എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്താൽ പട്ടിണി ഉണ്ടാകില്ല, ദാരിദ്ര്യം ഉണ്ടാകില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലക്ക് അല്ലാഹു തആല നിങ്ങൾക്ക് സമ്പത്ത് നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ സൂറത്തിന്റെ പേരേതാ? സൂറത്തുൽ വാഖിഅ. ആ സൂറത്തുൽ വാഖിഅയിലുള്ള ഒരു ആയത്താണ് അസ്സാബിഖൂന സാബിഖൂൻ വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. മുൻകടന്നവർ, പരസ്പരം മത്സരിച്ചവർ, ഇബാദത്തുകളിൽ പരസ്പരം മത്സരിച്ചവർ, പള്ളിക്ക് കൊടുക്കാൻ പരസ്പരം മത്സരിച്ചവർ, സാധുക്കൾക്ക് കൊടുക്കാൻ പരസ്പരം മത്സരിച്ചവർ, നാളെ ആഖിറ ലോകത്ത് മുത്തുനബിയോട് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാ പരസ്പരം മത്സരിച്ചവർ ഉലൈകൽ മുഖറബൂൻ. അവർ എന്റെ അടുക്കൽ ഇരിക്കാനുള്ളവരാണ്, അവർ എന്റെ സാമീപ്യം നേടുന്നവരാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപ്പമാരെ, 40 വയസ്സിന് മുകളിലുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്ന അധികം ആളുകൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ, കടങ്ങൾ വരുമ്പോ, കച്ചവടം പാളിപ്പോകുമ്പോ, നഷ്ടങ്ങൾ സംഭവിക്കുമ്പോ എല്ലാം പടച്ചവനെ നശിച്ചു പോകട്ടെ എന്ന് പോലും പലപ്പോഴും നമ്മൾ അറിയാതെ എങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. രോഗം വരുമ്പോ മരിച്ചു പോകട്ടെ, നശിച്ചു പോകട്ടെ എന്ന് പല ഉമ്മമാരും പറയാറുണ്ടല്ലോ. വേദനിക്കുന്നതിന് പകരം പടച്ചവനെ എന്നെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിലോട്ട് നീ വിളിച്ചാൽ മതിയെന്ന് കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണല്ലോ.
അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല പറയുകയാണ്, തീർച്ചയാണ് മുഅ്മിനേ, നിങ്ങളെ ഞാൻ ഭയം തന്ന് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, വിശപ്പ് തന്ന് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, അതുപോലെ നിങ്ങളുടെ സമ്പത്തിൽ കുറവ് തന്ന് ഞാൻ പരീക്ഷിക്കും, നിങ്ങളുടെ മക്കളെ മരിപ്പിക്കൽ കൊണ്ട് ഞാൻ പരീക്ഷിക്കും, നിങ്ങളുടെ കൈകാലുകൾക്ക് കുറവ് വരുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളുടെ കച്ചവടത്തില്, നിങ്ങളുടെ കൃഷിയില്, നിങ്ങളുടെ മാതാപിതാക്കളെ മരിപ്പിക്കൽ കൊണ്ട്, ഭയം തന്നുകൊണ്ട്, ഇങ്ങനെ എല്ലാ മേഖലകളിലും അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കുമെന്നും അല്ലാഹുവിന്റെ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ പിറകെ അല്ലാഹു തആല പറയുകയാ, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കണേ മുഅ്മിനേ, ക്ഷമിക്കണേ സഹോദരാ, ക്ഷമിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ആരാരും കണ്ടിട്ടില്ലാത്ത, ഒരു കണ്ണുകൊണ്ടും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കൊണ്ടും കേട്ടിട്ടില്ലാത്ത, നയനാനകരമായ കണ്ണിന് കുളിർമയേകുന്ന അല്ലാഹുവേ, സുഖലോലുപയുടെ പറുദീസയായ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ് നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് ഞാൻ നൽകുന്നത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, എടുത്തു ചാട്ടം നന്നല്ല. കേൾക്കുമ്പോ കേട്ട പാതി, കേൾക്കാത്ത പാതി എടുത്തു ചാടുന്നത് നല്ലതല്ല. അത് അപകടമേ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ, നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ.